വെറും 100 രൂപയായിട്ട് കൊച്ചിയിൽ വന്നു കഴിഞ്ഞാൽ 3 പേർക്ക് ഉച്ചയ്ക്ക് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു സ്പോട്ട് പരിചയപ്പെട്ടാലോ? എങ്കിൽ വാ ഓളി. നമ്മൾ മാത്യൂസ് ഹോട്ടലിൽ തുടങ്ങിയിട്ട് ഇപ്പം 30ാമത്തെ വർഷമാണ്. 30ാമത്തെ വർഷവും നമ്മൾ 30 രൂപയ്ക്ക് ഊണുള്ളത്. ഇത് നേരത്തെ മുതൽ 30 രൂപയ്ക്കാണ് ഊണുള്ളത്. 50 രൂപയുടെ ഊണായിരുന്നു, കോവിഡ് കഴിഞ്ഞിട്ട് 30 രൂപ. നമ്മുടെ ഊണിനകത്ത് സ്പെഷ്യലാണ് മെയിൻ ഹൈലൈറ്റ്. മീനുണ്ടാവും, ചിക്കൻ ഉണ്ടാവും, ബീഫ് ഉണ്ടാവും, കക്കയുണ്ടാവും. പിന്നെ മീൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചാളയിലൊക്കെ ഇപ്പൊ നിർത്തിയിട്ട് വെച്ചേക്കണേ, റേറ്റ് കയറിയേക്കണേ എൻ്റെ പേരിലെ. പിലോപ്പി അയില, പിന്നെ കക്ക, ബീഫ്, ചിക്കനാ ഇത്ര സാധനം കാണും ഇന്നിപ്പോ ഉണ്ട്. അല്ലെങ്കിൽ ചാള, പിലോപ്പി, അയില, ശീലാവ്, കണമ്പ്, കറിയൊക്കെ ഉണ്ടാവും. എല്ലാം കാണും, എല്ലാം ഉണ്ടാവും. അതും സ്പെഷ്യൽ ആണെങ്കിൽ അഫോർഡബിൾ റേറ്റിലാണ് നമ്മൾ വിളമ്പുന്നത്. സിലോപ്പിയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വലിയ വർഷം മീന് 90 രൂപ. ഇപ്പൊ 90 രൂപ ആക്കിയേക്കണേ, തൽക്കാലത്തേക്ക് ആക്കിയേക്കണേ. നേരത്തെ എന്ന് പറഞ്ഞാൽ 80 രൂപ ഉള്ളൂ. അത്രേ ഉള്ളായിരുന്നു. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഊണും കഴിക്കാം, സ്പെഷ്യലും കഴിക്കാം ഇവിടെ വന്നാ. ഓക്കെ, ഈ സ്ഥലം കറക്റ്റ് ഒന്ന് പറയാം ചേട്ടാ. എവിടെ? എടപ്പള്ളി മരോട്ടിച്ചോട് എന്ന് പറയും. എടപ്പള്ളി മരോട്ടിച്ചോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൊക്കേഷൻ അതും കിട്ടും. ഉച്ചക്ക് ഊണ് മാത്രം നമ്മൾ വാഴയിലാണ് നമ്മൾ ഊണ്. 30 രൂപയുടെ ഊണാണെന്നുണ്ടെങ്കിൽ അത് വാഴയിലയിൽ എത്ര കൂട്ടം കറി ഉൾപ്പെടെയാണ് നമ്മൾ വിളമ്പുന്നത്? അതിലൊരു തോരനുണ്ടാവും, കൂട്ടുകറി ഉണ്ടാവും, ഒരു അച്ചാറുണ്ടാവും, പിന്നെ 3 തരം ചാറുണ്ടാവും. ഇത്ര സാധനങ്ങൾ ഉൾപ്പെടെയാണ് 30 രൂപ. ഓക്കെ, അന്നേരം 30 വർഷത്തെ പാരമ്പര്യത്തിൽ 30 രൂപയ്ക്ക് ഊണ് വിളമ്പുന്ന ഈ ഒരു ഊണ് ഞങ്ങൾ ഇവിടെ നിന്ന് കഴിച്ചു നോക്കട്ടെ? ഓക്കെ ഏട്ടാ. സൂസനലയിൽ 3 കൂട്ടം കറി, തൊടുകറി വരുന്നുണ്ട്, ഒരു മെഴുക്ക് പുരട്ടി, ഒരു കൂട്ടുകറി, ഒരു അച്ചാറുണ്ട്. പിന്നെ നമ്മൾ ആദ്യം വെച്ചിരിക്കുന്ന സാമ്പാറാണ്. പിന്നെ ഇവിടുത്തെ മെയിൻ സ്പെഷ്യൽ എന്ന് പറയുന്നത് തിലോപ്പിയ, നമ്മുടെ സിലോപ്പിയ. അതിനോടൊപ്പം തന്നെ ചിക്കൻ ഫ്രൈ, നല്ല കൊച്ചു കഷ്ണമായിട്ട് പീസാക്കിയിട്ടുള്ള ചിക്കൻ ഫ്രൈ വാങ്ങിയിട്ടുണ്ട്. സ്പെഷ്യലിന് ഏകദേശം വരുന്ന വിലയെന്ന് പറഞ്ഞാൽ 90 രൂപയാണ് കേട്ടോ. എന്തായാലും നമുക്ക് സാമ്പാർ ഒഴിച്ച് സാമ്പാർ ചോറിൽ നിന്ന് തന്നെ ഈ ഊണൊന്ന് കഴിച്ചു തുടങ്ങാം. ചൂടുണ്ട്, സമയം 12:30 ആയതുകൊണ്ട് തന്നെ നല്ല ചൂട് ഭക്ഷണമാണ് നമ്മൾ വിളമ്പി കഴിക്കാൻ പോകുന്നത്. ഒരു ആവറേജ് സാമ്പാർ. ഇനി നമ്മുടെ മെയിൻ സാധനമായിട്ടുള്ള സിലോപ്പിയുടെ ഒരു കഷ്ണം പിച്ചി എടുത്തുകൊണ്ട് അതൊന്ന് കഴിച്ചു നോക്കാം. നമുക്ക് സിലോപ്പിയ കഷ്ണം ഒന്ന് പിച്ചി ഊണിനകത്തൊന്ന് വെക്കാം, എന്നിട്ടൊന്ന് കഴിച്ചു നോക്കാം. സിലോപ്പി അത്യാവശ്യം മുരിഞ്ഞ് നല്ല പരുവായിട്ടിരിക്കുന്ന വറുപ്പാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റും ഉണ്ട്. സിലോപ്പിയുടെ ഏകദേശം വലിപ്പം എന്ന് പറഞ്ഞാൽ 90 രൂപയ്ക്ക് ഇത്രയുണ്ട്. 30 രൂപയുടെ ഊണ് മാത്രമല്ല ഇവിടെ നമുക്ക് ലാഭകരമായിട്ട് കിട്ടുന്നത്. ഇവിടുത്തെ സ്പെഷ്യലുകളാണെന്നുണ്ടെങ്കിലും നമുക്ക് വളരെയധികം ലാഭമാണ്. ചിക്കൻ ഫ്രൈ 90 രൂപയാണെന്നുണ്ടെങ്കിൽ സാധാരണ കടകളിൽ ചിലപ്പം 90 രൂപയാണ് വിലക്കുറവാണെന്ന് പറയുമ്പോൾ ചെറിയൊരു കിണ്ണത്തിനകത്തായിരിക്കും വിളമ്പെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഒരു കൈവെള്ളയിലിരിക്കുന്ന വലിയൊരു പാത്രത്തിലാണ് ഇവിടെ ചിക്കൻ ഫ്രൈയും വരുന്നത്. നമുക്ക് ചിക്കൻ ഫ്രൈയും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചിക്കൻ ഫ്രൈയും ഉഗ്രനായിട്ടുണ്ട്. സാമ്പാറും ഒരു ആവറേജ് ടേസ്റ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ലേശം മീൻചാറൊന്നും ഒഴിക്കാം. ഓക്കെ, നമ്മൾ മീൻചാറ് ഒഴിച്ചിട്ടുണ്ട്. മീൻചാറ് കൂട്ടിയൊന്ന് കഴിച്ചു നോക്കാം. മീൻചാറ് കൂട്ടി കഴിക്കുമ്പോൾ മീനിൻ്റെ ഒരു കഷ്ണം വെക്കാതിരിക്കുന്നത് മോശമല്ലേ? കുഴപ്പമില്ല, നല്ല ഒരു ആവറേജ് ടേസ്റ്റുള്ള കറികളാണ്. ഇവിടുത്തെ മെയിനായിട്ടുള്ള ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. 30 രൂപയ്ക്ക് വാഴയിലേക്ക് വിളമ്പുന്ന ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഊണ്. പിന്നെ അതിൻ്റെ കൂടെ വരുന്ന ഓരോ സ്പെഷ്യലിനും 80-70 രൂപയാണ്. ഇപ്പോഴാർക്കെയാണ് 90 രൂപ ആക്കിയത്. വീണ്ടും അത് കുറയുമെന്നും പറയുന്നു. ഈ ഒരു പിടിയും കൂടെ കഴിച്ചിട്ട് ബാക്കി പറയാം. സാധാരണ രീതിയിലാണ് കോവിഡ് കൊണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഭക്ഷണത്തിൻ്റെ വില കൂട്ടാറാണ് എല്ലാ ഹോട്ടലുകാരുടെയും പതിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് ആളുകളുടെ ബുദ്ധിമുട്ടറിഞ്ഞ് 50 രൂപയ്ക്ക് വിറ്റുകൊണ്ടിരുന്ന ഈ ഒരു ഊണ് കോവിഡാനന്തരം
30 രൂപയാക്കി മാറ്റിയിട്ടുണ്ട്. അതും വാഴയിലാണെന്നുള്ള കാര്യം മറക്കണ്ട. ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഇടപ്പള്ളിയിലെ മരൊട്ടിച്ചൂടിലാണ് ഈ ഒരു ഊണ് വരുന്നത്. പീറ്ററേട്ടൻ്റെ ഹോട്ടൽ വരുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോക്കറ്റ് കാലിയാകൊണ്ട് തന്നെ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ട് പോകാം. അപ്പോൾ ഇതെല്ലാം കഴിച്ച് മനസ്സിലാക്കണം. ഒഴിച്ചു കൂട്ടാനായിട്ട് ഇനിയും സാധനങ്ങളുണ്ട്. അങ്ങനെ അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ.